1948 ഓഗസ്റ്റ് 19 ഒരു മനുഷ്യന്റെ ഹൃദയം നിലച്ചിട്ടും സഖാവ് കൃഷ്ണപിള്ള എന്ന പേര് നിലയ്ക്കാതിരുന്നത്. കാലം മാറി, തലമുറകൾ മാറി, കേരളവും മാറി. പക്ഷേ അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഓരോ കാലത്തും ചരിത്രത്തിന്റെ ഏതോ കോണിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കും. സഖാക്കളെ മുന്നോട്ട്. നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഓഗസ്റ്റ് 19 സഖാക്കളുടെ സഖാവായ സഖാവ് കൃഷ്ണപിള്ള ദിനം. കേരളത്തിന്റെ മണ്ണിൽ ചില മനുഷ്യർ ജീവിച്ചു മരിക്കുന്നില്ല. അവർ ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയായി മാറുന്നു, ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി മാറുന്നു, തലമുറകൾക്ക് വഴി കാണിക്കുന്ന തീപന്തമായി മാറുന്നു. അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നും അണയാതെ കത്തുന്ന ഒരു പേരുണ്ട്, സഖാവ് പി കൃഷ്ണപിള്ള. അധികാരത്തിന്റെ കസേരയിൽ ഇരുന്ന നേതാവായിരുന്നില്ല അദ്ദേഹം. സമ്പത്തിന്റെ നടുവിൽ ജീവിച്ച നേതാവുമായിരുന്നില്ല. തൊഴിലാളികളുടെ കുടിലിൽ കയറിയിരുന്ന മനുഷ്യൻ, പട്ടിണിക്കാരന്റെ വേദന സ്വന്തം വേദനയായി കണ്ട മനുഷ്യൻ, അനീതിക്കെതിരെ തലകുനിക്കാതെ നിന്ന പോരാളി. അതുകൊണ്ടാണ് ചരിത്രം അദ്ദേഹത്തെ വിളിച്ചത് സഖാക്കളുടെ സഖാവ്. 1906 വൈക്കത്ത് ജനിച്ച കൃഷ്ണപിള്ളയുടെ ജീവിതം ചെറുപ്പത്തിലെ കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്യേണ്ടി വന്നു. സാധാരണ മനുഷ്യരുടെ ജീവിതം അദ്ദേഹം പുസ്തകങ്ങളിൽ നിന്നല്ല പഠിച്ചത്, അദ്ദേഹം അത് ജീവിച്ചു പഠിച്ചു. വിശപ്പ് എന്താണെന്ന് അറിഞ്ഞു, ദാരിദ്ര്യം എന്താണെന്നും അറിഞ്ഞു, അധ്വാനിക്കുന്ന മനുഷ്യന്റെ വിയർപ്പിന്റെ വില എന്താണെന്നും അദ്ദേഹം അറിഞ്ഞു. ആ അനുഭവങ്ങളാണ് പിന്നീട് കേരളത്തിലെ അധ്വാനിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾക്കായി ജീവിതം തന്നെ സമർപ്പിക്കുന്ന ഒരു വിപ്ലവകാരിയെ രൂപപ്പെടുത്തിയത്. ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന കാലം. രാജ്യമെങ്ങും സ്വാതന്ത്ര്യത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയപ്പോൾ കൃഷ്ണപിള്ളയും ആ പോരാട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വപ്നം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്നതിൽ മാത്രം അവസാനിച്ചില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. രാജ്യം സ്വതന്ത്രമായാലും പട്ടിണിക്കാരനായി തുടരുകയാണെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം എന്താണ്? ജന്മിയുടെ മുന്നിൽ കർഷകൻ അടിമയായി നിൽക്കേണ്ടി വരുന്നുവെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? മുതലാളിയുടെ മുന്നിൽ തൊഴിലാളിക്ക് സ്വന്തം അവകാശം ചോദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് സ്വാതന്ത്ര്യം? ജാതിയുടെ പേരിൽ മനുഷ്യനെ മനുഷ്യനായി പോലും അംഗീകരിക്കാത്ത സമൂഹത്തിൽ എന്താണ് സ്വാതന്ത്ര്യം? ഈ ചോദ്യങ്ങളാണ് കൃഷ്ണപിള്ളയെ സാധാരണ ദേശീയ പ്രസ്ഥാന പ്രവർത്തകരിൽ നിന്ന് അധ്വാനിക്കുന്ന ജനങ്ങളുടെ പോരാളിയാക്കി മാറ്റിയത്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ നിർണായകമായ സമരങ്ങളിലൊന്നായ വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ വല്ലാതെ സ്വാധീനിച്ചു. പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അവിടെ നടന്ന ഒരു സംഭവം കേരളത്തിന്റെ സമരചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. അന്ന് ക്ഷേത്രത്തിൽ ജാതിയുടെ പേരിൽ വലിയൊരു വിഭാഗം മനുഷ്യർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. അത്തരം അനീതിക്കെതിരായ സമരത്തിനിടയിൽ കൃഷ്ണപിള്ള ക്ഷേത്രമണി മുഴക്കി. അതിന്റെ പേരിൽ അദ്ദേഹം ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. പക്ഷെ അടികൊണ്ട് പിന്മാറുന്ന മനുഷ്യനായിരുന്നില്ല സഖാവ് കൃഷ്ണപിള്ള. മർദ്ദനത്തെ നേരിട്ടുകൊണ്ട് അദ്ദേഹം ഉയർത്തിയതായി ഓർക്കപ്പെടുന്ന ഒരു വാക്കുണ്ട്: ഉശിരുള്ള നായർ മണിയടിക്കും, എച്ചിൽ പറക്കി നായർ അവന്റെ പുറത്തടിക്കും. അത് വെറുമൊരു മറുപടിയോ മുദ്രാവാക്യമോ ആയിരുന്നില്ല, ജാതി മേധാവിത്വത്തിന്റെ മുഖത്തേക്കുള്ള ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായിരുന്നു. കാലം മുന്നോട്ടു പോയി. കൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ ജീവിതം കൂടുതൽ വ്യക്തമായി വന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം തൊഴിലാളികൾക്കും കർഷകനും സാധാരണ മനുഷ്യനും സാമൂഹികവും സാമ്പത്തികവുമായ മോചനം വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതിനുവേണ്ടി അദ്ദേഹം പോരാടി. അദ്ദേഹം തൊഴിലാളികളിലേക്ക് ഇറങ്ങിച്ചെന്നു. കയർ തൊഴിലാളികൾക്കിടയിലേക്ക്, ഫാക്ടറി തൊഴിലാളികൾക്കിടയിലേക്ക്, കർഷകർക്കിടയിലേക്ക്, കടലിന്റെ തിരകളോട് പൊരുതി ജീവിക്കുന്ന മത്സ്യ തൊഴിലാളികൾക്കിടയിലേക്ക്. അദ്ദേഹം അവരോട് പറഞ്ഞത് ദാനം ചോദിക്കാനായിരുന്നില്ല, അവകാശം ചോദിക്കാനായിരുന്നു. തലകുനിച്ച് ജീവിക്കാനല്ല, തല ഉയർത്തി നിൽക്കാനായിരുന്നു. ഒറ്റയ്ക്ക് കരയാനായിരുന്നില്ല, സംഘടിക്കാനായിരുന്നു. കാരണം കൃഷ്ണപിള്ള തിരിച്ചറിഞ്ഞിരുന്നു, ഒറ്റപ്പെട്ട മനുഷ്യനെ അധികാരത്തിന് തകർക്കാം, പക്ഷേ സംഘടിതരായ ഒരു ജനതയെ എളുപ്പത്തിൽ തോൽപ്പിക്കാനാവില്ല. കേരളത്തിലെ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്നതിൽ സഖാവ് കൃഷ്ണപിള്ള നിർണായക പങ്ക് വഹിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലെ പ്രധാന നേതാക്കളിൽ ഒരാളായി. 1939 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ തുടക്കം കുറിച്ച നേതൃനിരയിൽ കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഒരു തൊഴിലായിരുന്നില്ല, അതൊരു ജീവിതമായിരുന്നു. സ്വന്തമായി സമ്പത്ത് കൂട്ടിവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സുഖസൗകര്യങ്ങൾ അദ്ദേഹം തേടിയതുമില്ല. അധികാരത്തിന്റെ പദവികൾക്ക് പുറകെ അദ്ദേഹം പോയതുമില്ല. അദ്ദേഹം അന്വേഷിച്ചത് മനുഷ്യരെയായിരുന്നു. ഒരു ഗ്രാമത്തിൽ തൊഴിലാളികൾ ദുരിതത്തിലാണെന്നറിഞ്ഞാൽ അവിടേക്ക് പോകും. കർഷകർ ചൂഷണം നേരിടുന്നുവെങ്കിൽ അവരുടെ അടുത്തെത്തും. പാർട്ടിയെ കെട്ടിപ്പടുക്കണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കും. പോലീസ് പിന്നാലെയുണ്ടെങ്കിൽ യാത്ര തുടരും. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ സ്വന്തം ജീവിതത്തെക്കാൾ വലുതായിരുന്നു ഒരു ലക്ഷ്യം: അധ്വാനിക്കുന്ന മനുഷ്യന്റെ മോചനം. പിന്നീട് ഒളിവ് ജീവിതത്തിന്റെ കഠിനമായ നാളുകൾ. പോലീസിന്റെ കണ്ണുകൾ എല്ലായിടത്തും. അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഓരോ നിമിഷവും. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക്, പേര് മറച്ചും രൂപം മാറ്റിയും സഞ്ചരിക്കേണ്ടി വന്ന ജീവിതം. എന്നിട്ടും സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചില്ല. ഇന്ന് നമ്മൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, വാഹനങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയുണ്ട്. ഒരു സന്ദേശം നിമിഷങ്ങൾക്കുള്ളിൽ ആയിരങ്ങളിലേക്ക് എത്തിക്കാൻ അവസരങ്ങളുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. അതൊന്നുമില്ലാത്ത ഒരു കാലത്ത് പോലീസ് വേട്ടയാടുമ്പോൾ, അറസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോൾ,
സ്വന്തം ജീവൻ പോലും സുരക്ഷിതമല്ലാത്തപ്പോൾ കേരളത്തിന്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് മനുഷ്യരെ സംഘടിപ്പിച്ച ഒരാൾ, അതായിരുന്നു സഖാവ് കൃഷ്ണപിള്ള. അദ്ദേഹത്തിന്റെ ശക്തി തോക്കായിരുന്നില്ല, പണമില്ലായിരുന്നു, അധികാരമില്ലായിരുന്നു, മനുഷ്യരായിരുന്നു. സാധാരണ മനുഷ്യരോട് സംസാരിക്കാനുള്ള കഴിവായിരുന്നു, അവന്റെ വേദന മനസ്സിലാക്കാനുള്ള മനസ്സായിരുന്നു, അവനെ സംഘടനയുടെ ഭാഗമാക്കാനുള്ള അസാധാരണമായ ശേഷിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വെറുമൊരു നേതാവായി മാറാതിരുന്നത്, സഖാക്കളുടെ സഖാവായി മാറിയത്. 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ കടുത്ത അടിച്ചമർത്തലുകൾ നടക്കുന്ന കാലം. കൃഷ്ണപിള്ള വീണ്ടും ഒളിവിൽ. ആലപ്പുഴയിലെ കണ്ണാർക്കാട് പ്രദേശത്തെ ഒരു വീട്ടിൽ രഹസ്യമായി കഴിയുകയായിരുന്നു അദ്ദേഹം. ഓഗസ്റ്റ് 19 ആ രാത്രി ചരിത്രം ഒരിക്കലും മറക്കാത്ത ഒരു ദുരന്തം സംഭവിച്ചു. സഖാവ് കൃഷ്ണപിള്ളയെ പാമ്പ് കടിച്ചു. ജീവിതം അവസാനത്തിലേക്ക് നീങ്ങുകയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അദ്ദേഹം ഓർത്തത് സ്വന്തം ജീവനെക്കുറിച്ച് മാത്രമായിരുന്നില്ല, താൻ ജീവിതം മുഴുവൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെയും സഖാക്കളെയുമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന സന്ദേശമായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പതിഞ്ഞ ഒരു വാക്കുണ്ട്: സഖാക്കളെ, മുന്നോട്ട് ഞാൻ പോകുന്നു. ഒന്ന് ആ വാക്കുകളുടെ ആഴം ചിന്തിച്ചു നോക്കൂ. എന്നെ രക്ഷിക്കൂ എന്നല്ല, എന്റെ ജീവിതം അവസാനിക്കുന്നു എന്നുമല്ല. സഖാക്കളെ, മുന്നോട്ട്. ഞാനില്ലെങ്കിലും നിങ്ങൾ നിൽക്കരുത്. ഞാൻ വീണാലും പ്രസ്ഥാനം വീഴരുത്. ഒരാൾ അവസാനിച്ചാലും ആശയം അവസാനിക്കരുത്. മുന്നോട്ട്. അതാണ് കൃഷ്ണപിള്ള പുതിയ തലമുറയോടും പറയുന്നത്. സഖാവ് കൃഷ്ണപിള്ള മരിക്കുമ്പോൾ വെറും 42 വയസ്സായിരുന്നു. പക്ഷേ ആ ചെറിയ ജീവിതം കൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ച രാഷ്ട്രീയ ചരിത്രത്തിന്റെ ആഴമളക്കാൻ വർഷങ്ങളുടെ എണ്ണം മതിയാകില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല തൊഴിലവകാശങ്ങളുടെയും പിന്നിൽ, കർഷകൻ തലയുയർത്തി അവകാശം പറയുന്ന കേരളത്തിന്റെ പിന്നിൽ, ജാതി മേധാവിത്വത്തോട് ചോദ്യം ചോദിച്ച നവോത്ഥാന കേരളത്തിന്റെ പിന്നിൽ, സംഘടിത തൊഴിലാളി വർഗത്തിന്റെ വളർച്ചയുടെ പിന്നിൽ നിരവധി അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പോരാളികളുടെ വിയർപ്പും രക്തവും ത്യാഗവും ഉണ്ട്. ആ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരുകളിൽ ഒന്നാണ് സഖാവ് പി കൃഷ്ണപിള്ള. പുതിയ തലമുറ കൃഷ്ണപിള്ളയെ അറിയേണ്ടത് ഒരു പ്രതിമയായിട്ടല്ല, ഒരു ഫോട്ടോയായിട്ടുമല്ല, ഓഗസ്റ്റ് 19 മാത്രം ഓർക്കേണ്ട ഒരു പേരായിട്ടുമല്ല, ഒരു ചോദ്യമായിട്ടാണ്. നമ്മുടെ ചുറ്റുമുള്ള അനീതികൾക്കെതിരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദുർബലന്റെ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? ജാതിയുടെയും പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ മനുഷ്യനെ ചവിട്ടി മെതിക്കുമ്പോൾ നമ്മൾ മൗനം പാലിക്കാറുണ്ടോ? അതോ സഖാവ് കൃഷ്ണപിള്ളയെ പോലെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ മഹത്വം അയാൾ എത്ര വർഷം ജീവിക്കുന്നു എന്നതിലല്ല, ആ ജീവിതം ആർക്കു വേണ്ടി ജീവിച്ചു എന്നതിലാണ്. കൃഷ്ണപിള്ള സ്വന്തം ജീവിതം സ്വന്തം സുഖത്തിനു വേണ്ടി ജീവിച്ചിട്ടില്ല. അദ്ദേഹം ജീവിച്ചത് തൊഴിലാളിക്ക് വേണ്ടി, കർഷകന് വേണ്ടി, അവഗണിക്കപ്പെട്ടവന് വേണ്ടി, അവകാശം നിഷേധിക്കപ്പെട്ടവന് വേണ്ടി, സാധാരണ മനുഷ്യന് വേണ്ടി. അതുകൊണ്ടാണ് 1948 ഓഗസ്റ്റ് 19 ഒരു മനുഷ്യന്റെ ഹൃദയം നിലച്ചിട്ടും സഖാവ് കൃഷ്ണപിള്ള എന്ന പേര് നിലയ്ക്കാതിരുന്നത്. കാലം മാറി, തലമുറകൾ മാറി, കേരളവും മാറി. പക്ഷേ അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട ഓരോ കാലത്തും ചരിത്രത്തിന്റെ ഏതോ കോണിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേൾക്കും. സഖാക്കളെ, മുന്നോട്ട് ഞാൻ പോകുന്നു. അതേ സഖാവേ, നിങ്ങൾ പോയി, പക്ഷെ നിങ്ങൾ തെളിയിച്ച തീ പോയിട്ടില്ല. നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടി താഴ്ന്നിട്ടുമില്ല. നിങ്ങൾ വിതച്ച ആശയങ്ങൾ അവസാനിച്ചിട്ടുമില്ല. നിങ്ങൾ നടന്ന വഴികളിലൂടെ പുതിയ തലമുറകൾ ഇനിയും വരും. ചൂഷണം ഉള്ളിടത്തോളം പ്രതിരോധവും ഉണ്ടാകും, അനീതി ഉള്ളിടത്തോളം പോരാട്ടവും ഉണ്ടാകും, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നിടത്തോളം ചോദ്യങ്ങളും ഉണ്ടാകും. ആ പോരാട്ടങ്ങൾക്ക് ആവേശം പകരാൻ കേരളത്തിന്റെ ചരിത്രത്തിൽ എന്നും ഒരു പേരുമുണ്ടാകും: സഖാവ് പി കൃഷ്ണപിള്ള. ഒരു നേതാവ്, ഒരു സംഘാടകൻ, ഒരു പോരാളി, ഒരു വിപ്ലവകാരി, അതിനെല്ലാം അപ്പുറം സഖാക്കളുടെ സഖാവ്. സഖാവ് പി കൃഷ്ണപിള്ളയ്ക്ക് ലാൽ സലാം. വിപ്ലവ അഭിവാദ്യങ്ങൾ, 1000 രക്തപുഷ്പങ്ങൾ.